ഹലോ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മൂത്തുമ്മാടെ വീട്ടിലേക്ക് പോവാട്ടോ. മൂത്തുമ്മാടെ വീടാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാ. നമ്മളാണെങ്കിൽ വന്നപ്പോൾ തന്നെ അവന് മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഞാനിപ്പോൾ അവനെ ഡ്രസ്സ് മാറ്റിച്ചാലും ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ കളർ ഇടിപ്പിക്കാൻ നോക്കൂട്ടാ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കൂടപ്പുഴയാട്ടോ മൂത്തുമ്മാടെ വീട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോൾ വന്നാലും മൂത്തുമ്മാടെ വീട്ടിലേക്ക് പോട്ടാ. ഇപ്പൊ ചാലക്കുടിയിൽ ഞങ്ങളുടെ സ്വന്തം എന്ന് പറയാനായിട്ട് അവര് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാരും ഈ മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്താ. നിങ്ങൾ എന്റെ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവട്ടോ ഈ മൂത്തുമ്മാന്റെ നാത്തൂനൊക്കെ. ഇതാട്ടോ ആള്. മൂത്തുമ്മ എന്ന് പറയുമ്പോ എന്റെ ഉമ്മാടെ ഇത്തയാട്ടാ. ഞങ്ങൾ ചെന്നപ്പോ അവിടെ നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു കേട്ടാ. ആൾക്കാർ ഈ ചിപ്സിന്റെ അച്ചാറിന്റെ ഒക്കെ പരിപാടിയാട്ടാ. അപ്പൊ ആളുടെ വീട്ടിൽ പോയാ എന്തെങ്കിലും തിന്നാണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആളുടെ മോനും ഭാര്യയും കൊച്ചൊക്കെ വന്നിട്ടാ. അവരുടെ വീട്ടിൽ നിന്ന് 2-3 വീട് അപ്പറാട്ട് അവര് താമസിക്കണേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് രാത്രി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചായ കുടിക്കാനായിട്ട് പോയത്. ചാലക്കുടിയിൽ ആനമലയിലുള്ള ഈ മോടിയിലാണെങ്കിൽ നല്ല ചൂട് പപ്സും ചായയും കിട്ടൂട്ടാ. പപ്സും ചായയാണ് കുടിക്കാൻ പോയെങ്കിലും അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പ്ലാൻ മാറിയിട്ടാ. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്നായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് നോക്കി ഇരിക്കുന്നതായിട്ട് കാണണേ. അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടാ. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടിയത്. അവര് പൊറോട്ടയും ബീഫും ആട്ടോ പറഞ്ഞത്. ഞാൻ അഫ്ഗാനി അൽഫാമും പൊറോട്ടയും പറഞ്ഞു. ഞാൻ കയറി എനിക്ക് അഫ്ഗാനി അൽഫാം ഇരിക്കണു കേട്ടാ. അപ്പൊ അത് കഴിക്കാൻ എനിക്ക് ചെറിയൊരു ആഗ്രഹം. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഈ സ്ട്രോബെറി ഐസ്ക്രീമും കൂടി മേടിച്ചുട്ടാ. പിന്നെ നാളെ ഇക്കടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ 12 മണിയാകുമ്പോഴേക്കും കേക്ക് കുറിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു കേക്ക് മേടിച്ചു. കൊച്ചു കരഞ്ഞിട്ടാണ് ഇക്ക കൊച്ചിനും കൊണ്ട് കാറിലേക്ക് പോയിട്ടാ. അപ്പൊ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. കറക്റ്റ് കേക്ക് മേടിച്ച് നമ്മൾ ഇറങ്ങിയപ്പോ ഇക്കും കൊച്ചും കൂടെ ഫ്രണ്ടിൽ നിൽക്കുവാട്ടോ. അങ്ങനെ തന്നെ ആ സർപ്രൈസ് പൊളിഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ കേക്ക് മുറിക്കാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.